ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഹിക്വിഷൻ്റെ DVRനകത്ത് നമ്മുടെ ഹൈ ഫോക്കസിൻ്റെ ക്യാമറ എങ്ങനെ കണക്ട് ചെയ്യാം, അത് കണക്ട് ചെയ്താൽ നമുക്ക് നല്ല പിക്ചർ കിട്ടുമോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ഹിക്വിഷൻ്റെ DVRൽ ഈ ഹൈ ഫോക്കസിൻ്റെ ഡാർക്ക് കണ്ട് 4 MB ക്ലാരിറ്റി ഉള്ള ഈ ഒരു ക്യാമറയാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ പല സുഹൃത്തുക്കളും എന്നോട് വിളിച്ച് ചോദിച്ചു, ഹിക്വിഷൻ്റെ DVRൽ നമുക്ക് ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം പലരെയും വീട്ടിൽ CCTV ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ ഹിക്വിഷൻ്റെ DVR ആയിരിക്കും കൂടുതലും വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു DVRനകത്ത് ഈ ഒരു ക്യാമറ എങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് ഏകദേശം ഒരു 3-4 വർഷം പഴക്കമുള്ള ഒരു DVR, 5 MB ഉള്ള ആ ഒരു ക്ലാരിറ്റി ഉള്ള DVR ആണിത്. പഴയ മോഡലാണ്, പഴയ വെർഷൻ. അപ്പോൾ അതിനകത്താണ് ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു DVR എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മോഡത്തിൽ കണക്ട് ചെയ്ത് ഇത് ഓൺലൈൻ ആക്കുക എന്നുള്ളതാണ്. പിന്നെ ടൈമും ഡേറ്റും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കുക. കാരണം ഈ ഒരു ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇത് പഴയ ഏതെങ്കിലും ഡേറ്റിലായിരിക്കാം എന്നുള്ളത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു DVRൻ്റെ ഒരു കാറ്റ്സിസ് കേബിൾ, അതായത് ഇൻ്റർനെറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് മോഡത്തിനകത്ത്. നമ്മുടെ വീട്ടിലെ റൗട്ടർ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് ഓൺലൈനായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത ഒരു കേബിളും കൂടെ നമ്മൾ ഈ മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്ത് ആ സെയിം മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഈ IP ക്യാമറയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിത് എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്യാമറ കണക്റ്റഡ് ആണ്, നമ്മുടെ മോഡത്തിലും കണക്റ്റഡ് ആണ്. ഇപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ആക്റ്റീവായിട്ട് നമ്മുടെ ഒരു IP അഡ്രസ്സ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുത്തതെന്നുള്ളതും അതെങ്ങനെയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പാസ്വേഡ് ഉണ്ട്. IP ക്യാമറ ആയതുകൊണ്ട് ഒരു പാസ്വേഡ് ഉണ്ടാവും. ആ ഒരു പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് അടിക്കാന്നുണ്ടെങ്കിൽ ഇതിപ്പം ജസ്റ്റ് സേവ് ആവുന്ന ഒരു സമയം ഒരു മിനിറ്റൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം. ഞാനിവിടെ നോക്കിയപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് പടം വന്നു കഴിഞ്ഞു. ജസ്റ്റ് ഞാനത് ചെക്കിങ്ങിന് വേണ്ടി പരിക്കകത്ത് വെച്ചെന്നുള്ളൂ. ഇനി ഞാൻ ഈ ഒരു ക്യാമറയുടെ കേബിൾ എൻ്റെ പുരയുടെ മുകളിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. ഇരുട്ടത്താണ്. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് നമ്മളവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ക്യാമറയ്ക്ക് 12 വോൾട്ടിൻ്റെ ഒരു അഡോപ്റ്റർ കൊടുത്തിട്ട് 12 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ മോഡത്തിൽ നിന്ന് ഒരു കാറ്റ്സിസ് കേബിൾ നമ്മൾ കണക്ട് ചെയ്ത് ഈ ഒരു ക്യാമറയ്ക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമേ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഫുൾ മെറ്റൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഇതിന് ലൈറ്റുണ്ട്, മൈക്കുണ്ട്, കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ട്. പക്ഷേ ഈ ക്യാമറയുടെ വെട്ടമെന്ന് പറഞ്ഞാൽ അതുപോലെ ഇരുട്ട് വന്നാൽ മാത്രമേ ഈ ഒരു ക്യാമറയുടെ ലൈറ്റ് പ്രകാശിക്കുള്ളൂ. പക്ഷേ ഇതിന് ഫ്രണ്ടിൽ LED ലൈറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇരുട്ടത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ജസ്റ്റ് ഞാൻ മൊബൈലിൻ്റെ ആ ഒരു ലൈറ്റ് ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ പിക്ചർ ഏത് രീതിയിലായിരിക്കും ഈ ഒരു ക്യാമറ അനലൈസ് ചെയ്തിട്ട് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ തുടർന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന ഇരുട്ടത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാണിക്കാൻ പോകുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഇല്ല, ഇൻഫ്രാറെഡ് ഇല്ല, മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും LED മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ കാണാനേ ഇല്ല. ഈ ലൈറ്റ് പ്രകാശിക്കുന്നുമില്ല. ഇത്രയും ഒരു കൂരിരുട്ട്. ഇതിൻ്റെ ആ ഒരു സമയം, ഈ വീഡിയോ എടുക്കുന്ന സമയം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. ഏകദേശം 9 മണി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് കിട്ടുന്ന പിക്ചർ എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഏത് രീതിയിൽ പകൽ നമ്മൾ കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പിക്ചർ രാത്രിയിൽ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്, കളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് തന്നെ സാധിക്കുന്നതാണ്. ടൈം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ, ഞാൻ 22/3/2025 എടുത്താണ് രാത്രിയിൽ ഷൂട്ട് ചെയ്തു. അതുപോലെ 21:47 സമയം. ആ ഒരു സമയത്തെ റെക്കോർഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം പ്രത്യേകിച്ച് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ ഈ ഒരു ഹിക്വിഷൻ്റെ 8 ചാനൽ DVR ആണ്. അതിനകത്ത് ഞാൻ 8 ചാനലിലാണ് നേരത്തെ ക്യാമറ കൊടുത്തിരുന്നത്. ഇപ്പോൾ ആ ക്യാമറയൊക്കെ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. ഈ IP ക്യാമറ മാത്രമാണ്. അപ്പോൾ 9 കോളമായിട്ട് എടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു കോളത്തിൽ നമ്മുടെ ഈ IP ക്യാമറ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ആ ക്ലാരിറ്റി അതേ രീതിയിൽ തന്നെ നമ്മൾ ഹൈ ഫോക്കസിൻ്റെ NVRൽ കാണുന്ന അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ഹിക്വിഷൻ്റെ DVRൽ നമുക്ക് പടം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.